ഹേലനി രാജ്ഞി കർത്താവിൻ്റെ സ്ലീബ കണ്ടെത്തിയതിൻ്റെ പെരുന്നാളായിട്ടാണ് ഒരു കാരണം. രണ്ടാമത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഹേലനി രാജ്ഞി കണ്ടെത്തിയതായ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബ പേർഷ്യൻ ഇൻവേഷൻ്റെ സമയത്ത് അത് മറ്റെവിടെയോ കൊണ്ടുപോകപ്പെട്ടു. എന്നാൽ AD 628 ആയപ്പോൾ ചക്രവർത്തിയായ ഹെറാക്ലിയസ് അത് വീണ്ടും രണ്ടാമത് വീണ്ടെടുത്ത് അദ്ദേഹം നഗരത്തിലൂടെ ആഘോഷപരമായിട്ട് തൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം ധരിച്ചൊരാഘോഷം നടത്തി. പക്ഷെ ജനങ്ങൾ ആരും മൈൻഡ് ചെയ്തതില്ല. അത് കഴിഞ്ഞപ്പോൾ ഉപദേഷ്ടാക്കൾ അത് രാജാവിനോട് പറഞ്ഞു കൊടുത്തു, നീ രാജകീയ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഈ സ്ലീബ എഴുന്നള്ളിച്ചത് കൊണ്ടാണ് ജനം നിന്നെ മൈൻഡ് ചെയ്യാത്തത്. അവസാനം രാജാവ് തൻ്റെ ശീലകളും ഉടയാടകളെല്ലാം മാറ്റി ആ സ്ലീബ ആ നഗരത്തിലൂടെ എഴുന്നള്ളിച്ചു. അപ്പോൾ ജനങ്ങളെല്ലാം അവൻ്റെ പിന്നാലെ ആർത്തട്ടഹസിച്ച് ആ സ്ലീബായെ വന്ദിച്ചു എന്നുള്ളതാണ് മറ്റൊരു ചരിത്രം പറയുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഓർത്തഡോക്സ് സഭാ സമൂഹം സെപ്റ്റംബർ മാസം 14-ാം തീയതി സ്ലീബ പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത് എന്നുള്ളത് ഓർക്കുക. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. സ്ലീബ ഒരു മരക്കഷ്ണം, ഒരു തടിക്കഷ്ണം. അതിൻ്റെ ഒരു പഴയ നിയമം പശ്ചാത്തലമുണ്ട്. എവിടെയാണ് മരക്കഷ്ണം നമ്മൾ ആദ്യം കാണുന്നത്? എവിടെ ഒരു മരക്കഷ്ണം ആദ്യം കാണുന്നുണ്ടല്ലോ? എവിടെയാണ്? ഏതാ? ക്രൂശിലോ? പഴയ നിയമത്തിൽ മോശയ്ക്ക്, അതിനു മുമ്പേ അഹ്റോന് മുമ്പേ ദൈവം കൽപ്പിച്ചു ആദമിനോട് തോട്ടത്തിലെ വൃക്ഷം, എന്തൊരു വൃക്ഷം? തടിക്കഷ്ണം അല്ലേ അത്? അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഫലം തിന്നരുതെന്ന് പറഞ്ഞു. കൽപ്പന ലംഘിച്ചു. ആ വൃക്ഷത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ഒരു തടിക്കഷ്ണത്തിലാണ് അന്ന് നഷ്ടപ്പെട്ടു പോയ പറുദീസ അനുഭവം വീണ്ടെടുക്കുവാൻ തക്കതിന് വേണം കർത്താവ് വീണ്ടും ഒരു തടിക്കഷ്ണത്തിൽ, ഒരു മരക്കഷ്ണത്തിൽ കാൽവറിയിൽ കുരിശിൽ വഹിക്കപ്പെട്ടത് എന്നുള്ളത് ഓർക്കുക. ജീവവൃക്ഷത്തിൻ്റെ ഓർമ്മ ഒന്നാമത്തത്. രണ്ടാമത്തത് യേശുതമ്പുരാൻ ഈ മരക്കഷ്ണവും തോളിൽ വഹിച്ചുകൊണ്ട് ജെറുസലേം തെരുവീഥികളിലൂടെ മുന്നോട്ട് നടങ്ങുകയാണ്. ഇതേ ഒരു സംഭവം പഴയ നിയമത്തിലുണ്ട്. എവിടെയാണ്? ബലി കഴിക്കുവാനുള്ള വിറകം ചുമന്നുകൊണ്ട് ഒരു ബാലൻ പോകുന്നല്ലേ? മുൻകുറിയാണ്. ഇതെല്ലാം തന്നെ പഴയ നിയമത്തിൻ്റെ മുൻകുറികളാണ് എന്നുള്ളത് ഓർക്കുക. ആ ബാലൻ മുന്നോട്ട് പോവുകയാണ്. ബലി കഴിക്കാനുള്ള ആടെവിടെ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ബലി കഴിക്കാനുള്ള ബലിമൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താ? കരുതിക്കൊള്ളും. എവിടെ കരുതിക്കൊണ്ടു? ഏതാ? ഒരാട് ഇല്ലേ? എവിടെ കിടക്കുന്നത്? മരത്തിൻ്റെ ഇടയിൽ ഒരാട് കിടക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് പഴയ നിയമം പുതിയ നിയമം ഒക്കെ ഒന്ന് ലിങ്ക് ചെയ്തെന്ന് ഓർക്കുക. ആ മരത്തിൽ കെട്ടപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഒരാട് കിടക്കുന്നു. അതുകൊണ്ടാണ് നാം അവിടെ സ്ലീബാരാധനയുടെ 6-ാം മണി നമസ്കാരത്തിലല്ലേ പാടുന്നൊരു പാട്ടുണ്ട്. ഏതാ? കുഞ്ഞാടിനെ വൃക്ഷം നൽകി. കുഞ്ഞാടിനെ വൃക്ഷം നൽകി. അതേ കുഞ്ഞാട് യേശുതമ്പുരാൻ ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ കിടക്കുന്ന സങ്കല്പം. മറ്റൊന്ന്, സംഖ്യാപ്രവാചകൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ മോശ പിത്തളസർപ്പത്തെ ഉയർത്തി, അതിൽ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. സ്ലീബായുടെ മറ്റൊരു മുൻകുറിയാണ് നമ്മുടെ ഈ ഒരു ഭാഗം കൂടി എന്നുള്ളത് ഓർക്കുക. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ഈ തടിക്കഷ്ണം കർത്താവ് കാൽവറിയിൽ തൂങ്ങപ്പെട്ടു. അന്നുവരെ ആദ്യം ആദമിനെ
പാപത്തിലേക്ക് വീഴ്ത്തിയ ആ തടിക്കഷണം, ബലിമൃഗത്തിനായിട്ട് ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോയ തടിക്കഷ്ണങ്ങൾ, ആട് ചുറ്റപ്പെട്ടതായി കാണപ്പെട്ടതായ വൃക്ഷം, ഇതെല്ലാം തന്നെ യേശുവിൻ്റെ കാൽവറി കുരിശിൻ്റെ കുരിശാരോഹണത്തിൻ്റെ മുന്നോടിയാണ് എന്നുള്ളത് ഓർക്കുക. യേശു തമ്പുരാൻ മരത്തിന്മേൽ കുരിശിക്കപ്പെടണമെന്ന് പിതാവാൻ ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അത് സൃഷ്ടിയുടെ ആരംഭം മുതൽ കാണിച്ചു തന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 1-18 പറയുന്നു, കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. പ്രിയമുള്ളവരെ, കുരിശ് നമുക്ക് ശക്തിയും ജീവനും നൽകുന്ന ഒന്നാണ് എന്നുള്ളത് ഓർക്കുക. ക്രോസ് ഈസ് ദ പവർ ആൻഡ് വിസ്ഡം. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും എപ്പോഴും കുരിശ് ധരിക്കുന്നത്. വിവാഹം കഴിച്ചതായ സ്ത്രീകളിൽ മിന്നിൻ്റെ ഇടയ്ക്ക് ഒരു കുരിശാകൃതിയിലുള്ളതായ 7 മുത്തുകൾ, അല്ലേ 7 അല്ലേ? ഹലോ, മുത്തുകൾ കുരിശിൻ്റെ രൂപത്തിൽ കാണും. നിങ്ങളെ പിശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആണ് എന്നുള്ളത് കൂടി ഓർക്കുക. അത് പിശാച് ആരാണെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക. ഓക്കെ. കൊലോസ്യ ലേഖനം 2-15 ഇത് വിജയം തരുന്ന ഒന്നാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ധരിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കാഴ്ചയായിട്ട് കുരിശ് മാറി. യേശു തമ്പുരാൻ പറഞ്ഞു, മത്തായി ശ്ലീഹാ സുവിശേഷം 16-24 നമുക്കോ ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തൻ്റെ കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ. ഈ കുരിശ് സഹിച്ചത് അല്ലെങ്കിൽ മാലയിൽ ധരിച്ചത് കൊണ്ട് മാത്രമല്ല, കുരിശെന്ന് പറയുന്നത് കഷ്ടതയുടെ പ്രതീകങ്ങളാണ്, വേദനയുടെ പ്രതീകങ്ങളാണ്, പുറത്താക്കലിൻ്റെ, വെറുമയാക്കലിൻ്റെ, തള്ളപ്പെടലിൻ്റെ, പരിത്യാഗത്തിൻ്റെ പ്രതീകമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുരിശ് നമുക്ക്